രാജു പി നായർ നേരത്തെ ജയ്ക്ക് ഉന്നയിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി താങ്കൾക്ക് നൽകാം. അതോടൊപ്പം ജയ്ക്ക് ഉന്നയിച്ച വളരെ പ്രസക്തമായി ഈ പാനലിലെ മറ്റു രണ്ടുപേരും അംഗീകരിച്ചൊരു കാര്യമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി സംഘവും ശ്രമിച്ചത്, അഥവാ ഇങ്ങനെയുള്ള അവതാരങ്ങൾ ശ്രമിക്കുന്നത് ഒരു ബ്രാൻഡിങ്ങിനാണ്. ആ ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമായി അവർ രാഷ്ട്രീയ നേതാക്കളുടെ പടമെടുക്കും. ഇപ്പോൾ രാജു പി നായരെ കണ്ടിരുന്നെങ്കിൽ രാജു പി നായരുടെ പടം എടുക്കും. രാജു പി നായരനും അറിയാൻ പറ്റില്ല. എന്നെ കണ്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റി എൻ്റെ പടവും എടുക്കും. അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അത് വെച്ചുകൊണ്ട് എനിക്കോ രാജു പി നായർക്കോ ആ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട് എന്ന് നമുക്ക് നിരീക്ഷിക്കാനുമാവില്ല. അങ്ങനൊരു ആരോപണം നേരത്തെ CPM ഉയർത്തിയിട്ടുമില്ല. പകരം CPM പ്രകോപിപ്പിച്ചത് ആ പാരടിപ്പാട്ടാണ് പോറ്റിയെ കയറ്റിയത്. ഇപ്പോൾ രാജഗോപാൽ പറയുന്നൊരു കാര്യം, 2014 അന്വേഷണം വന്നാൽ കോൺഗ്രസ് അതിനകത്ത് അസ്വസ്ഥപ്പെടുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യമാണ് CPM ഉയർത്തുന്നത്. ചോദ്യം ചോദിക്കട്ടെ, മൊഴികൾ എടുക്കട്ടെ. അടൂർ പ്രകാശിനെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയല്ല, മൊഴിയെടുക്കാൻ വിളിക്കുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ അടൂർ പ്രകാശിനോ ആന്റണിക്കോ സോണിയാഗാന്ധിക്കോ 2019 സ്വർണ്ണക്കൊള്ളയുമായി ഒരു ബന്ധവുമുണ്ട് എന്ന് ഒരാൾക്കും വിശ്വസിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഈ അന്വേഷണം നടക്കട്ടെ. അതിനിടയിലുള്ള ഈ രാഷ്ട്രീയ പ്രചരണം എന്ന് പറയുന്നത് പലപ്പോഴും ഈ അന്വേഷണത്തിൻ്റെ തന്നെ ദിശ തെറ്റിക്കുമോ രാജു പി നായർ? ഇയാൾ ബ്രാൻഡിങ്ങിന് ശ്രമിച്ചു എന്നുള്ളത് താങ്കൾക്കും അംഗീകരിക്കാവുന്ന കാര്യമല്ലേ? അത് കടകംപള്ളി ഉപയോഗിച്ച് ശ്രമിച്ചു, ഭീമാ ഗോൾഡിനെ ഉപയോഗിച്ച് ശ്രമിച്ചു, മുഖ്യമന്ത്രി ഉപയോഗിച്ചും സോണിയാഗാന്ധി ഉപയോഗിച്ചും അടൂർ പ്രകാശിനെ ഉപയോഗിച്ചും ശ്രമിച്ചു. ഇതല്ലേ വസ്തുത? അരുൺകുമാർ, ബ്രാൻഡിങ്ങിന് ഉപയോഗിച്ചു എന്നുള്ള ജെയ്സി തോമസിന്റെ വാദം ഞാൻ അംഗീകരിക്കുകയാണ്. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ജെയ്സി തോമസിന്റെ ഇരട്ടത്താപ്പാണ്. നോക്കൂ, സോണിയാഗാന്ധിയെ കുറ്റപ്പെടുത്താൻ വേണ്ടി കോൺഗ്രസിനെ പ്രതികൂലത്തിലാക്കാൻ വേണ്ടിയിട്ട് ബ്രാൻഡിങ്ങിന് ഉപയോഗിച്ച ഫോട്ടോ ആയുധമാക്കുകയും എന്നിട്ട് ഇന്ത്യൻ സംവിധാനം മുഴുവനുള്ള പിണറായി വിജയന്റെ ഫോട്ടോ വരുമ്പോൾ അത് ബ്രാൻഡിങ്ങുമായി മാറുന്ന ഇരട്ടത്താപ്പാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം ഞാൻ ചോദിക്കട്ടെ അരുൺകുമാർ, ഈ വിവാദം തുടങ്ങിയത് മുതൽ മുഖ്യമന്ത്രിയും CPM ഉന്നത നേതൃത്വവും സോണിയാഗാന്ധിയുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ ഒരു വിവാദ വിഷയമാക്കുന്നത് വരെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവോ KPCC പ്രസിഡന്റോ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ഏതെങ്കിലും ഒരു നേതൃത്വം ഒരു ഫോട്ടോ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് CPM ഇതുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. മറിച്ച് ഹൈക്കോടതിയുടെ ഉത്തരവുകളും ഹൈക്കോടതി പറഞ്ഞ 2019 ഉത്തരവിന്റെയും ക്രമക്കേട് ഉപയോഗിച്ചുകൊണ്ടാണ് 3 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്ക് ഇതുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള ആരോപണമുള്ളത്. ഒരു ഫോട്ടോയും വെച്ച് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഇല്ലേ? പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ഫോട്ടോ ചർച്ചയാക്കുമ്പോൾ പറയാതിരിക്കാൻ മാർഗമില്ലല്ലോ. ഇദ്ദേഹം ഇപ്പൊ പറയാണ് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ വെച്ചൊരു കൈമാറുമ്പോഴത്തേക്ക് ഏതോ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ നിന്നു. അങ്ങനെയാണോ ആ വീഡിയോയിൽ? ഈ റിപ്പോർട്ടർ ചാനല് ഒരു വീട് ഒരാൾക്ക് വെച്ചു കൊടുക്കുന്നു. ഈ അരുൺകുമാർ താക്കോല് കൈമാറാൻ പോകുമ്പോൾ ഞാൻ വന്നിട്ട് അതിന്റെ കൂടി ആ താക്കോല് പിടിച്ച് അരുൺകുമാർ സമ്മതിക്കോ അരുൺകുമാർ? അല്ല, പക്ഷേ അത് ഭീമാ ജ്വല്ലറിയാണ്. നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം എന്ന് ചോദിക്കില്ലേ? പറയട്ടെ 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 അങ്ങനെ നോക്കുമല്ലോ. ഇനി ആ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ടു നോക്കൂ. ആ വീഡിയോ മുഴുവൻ കഴിഞ്ഞ് മുഖ്യമന്ത്രി പോയതിനു ശേഷം, മുഖ്യമന്ത്രി പോയപ്പോൾ മാറി നിൽക്കാൻ തട്ടിമാറ്റിയാണെന്ന് വേണേ പറയാം. അത് കഴിയുമ്പോ P ശശി വന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് യാത്ര പറയുന്നത് എന്തിനാ? P ശശിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് യാത്ര പറയാൻ ഭീമാ ജ്വല്ലേഴ്സ് നടത്തിയ പരിപാടിയിൽ എവിടെന്നോ നുഴഞ്ഞു കയറി വന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെങ്കിൽ P ശശി എന്തിനാ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് യാത്ര പറയുന്നത്? അങ്ങ് ആ വീഡിയോ ഒന്നുകൂടി എടുത്തിട്ട് കാണിച്ചു കൊടുക്കൂ. അതുകൊണ്ട് P ശശി ഇതിനകത്ത് ഉത്തരവുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവർ ഉപയോഗിക്കുന്ന വാദം പൊള്ളയാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ജെയ്സി തോമസ് പറയേണ്ട കൃത്യമായിട്ടൊരു ചോദ്യത്തിന് ഉത്തരം പറയണം. അടൂർ പ്രകാശോ ആന്റണിയോ ഇനി സോണിയാഗാന്ധിയോ വിളിച്ചു പറഞ്ഞിട്ടാണോ 2019 പത്മകുമാർ മിനിറ്റ്സ് തിരുത്തി പിത്തള എന്ന് മാറ്റി ചെമ്പുമാക്കിയിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പോൺസറായിട്ട് ഉത്തരവിൽ എഴുതി വെച്ചത് ആന്റണി പറഞ്ഞിട്ടാണോ? അതല്ലെങ്കിൽ സോണിയാഗാന്ധി പറഞ്ഞിട്ടാണോ? കത്ത് കൊടുത്തിട്ടാണോ? അതോ അടൂർ പ്രകാശ് പറഞ്ഞിട്ടാണോ? ജെയ്സി തോമസ് വ്യക്തമായിട്ട് പറയണം. കാരണം ഈ കേസിന്റെ മുഴുവൻ ആധാരം 2019 ഉത്തരവാണ്, ഒരു ഫോട്ടോയും അല്ല. 2019 ഉത്തരവിന് നേരത്തെ ഇവിടെ ശില്പി പറഞ്ഞതുപോലെ കഴകക്കാരൻ പോലും അല്ലാതിരുന്ന, അല്ലെങ്കിൽ ഒരു കഴകക്കാരൻ മാത്രമായിരുന്ന തികച്ചും അപ്രസക്തനായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വിശ്വാസപരമായും സാമ്പത്തികപരമായും വൈകാരികമായും ഇത്രയും മൂല്യമുള്ള കാര്യം കൊടുത്തുവിടാൻ സ്പോൺസറാക്കി ഉത്തരവിൽ വെച്ചിട്ട് ഏത് നേതാവ് പറഞ്ഞിട്ടാണ് എന്ന് പറയണം. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം കൂടി പറയാം, ഇവരുടെ ഇരട്ടത്താപ്പിന്റെ മുഖം. ഇവിടെ ഇപ്പോ ശില്പി ഉൾപ്പെടെ പറഞ്ഞല്ലോ, ജയറാം 3 പ്രാവശ്യം ഈ പൂജയിൽ ഉൾപ്പെടെ പങ്കെടുത്തല്ലോ, വീഡിയോകൾ പുറത്തു വന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയിട്ടുണ്ടല്ലോ. എന്താ CPM ജയറാം ഈ ക്ഷേത്രക്കൊള്ളയിൽ പങ്കാളിയാണെന്ന് CPM ആരോപണമില്ലാത്തത് എന്താ? അടൂർ പ്രകാശിന്റെ ഏതോ കാലത്തെ ഫോട്ടോ വെച്ചിട്ടാണെങ്കിൽ ഈ തൊണ്ടി മുതൽ വെച്ചുകൊണ്ട് കച്ചവടം നടത്തിയും പൂജ നടത്തിയും സിനിമാ നടൻ ജയറാം ആയിരുന്നില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ CPM അടൂർ പ്രകാശിനോട് ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കാൻ കഴിയുന്നത് ജയറാമിനെതിരെയാണല്ലോ. അപ്പൊ ജയറാമിനെതിരെ ആരോപണം ഇല്ലാത്തത് എന്താ? ശരി. അതേപോലെ തന്നെ ഇന്നത്തെ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന
നേരത്തെ സൂചിപ്പിച്ച KS രാധാകൃഷ്ണൻ അടുത്തുണ്ടല്ലോ. എന്തുകൊണ്ടാണ് BJPയുടെ നേതാവ് KS രാധാകൃഷ്ണനും ഇതിനകത്ത് പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്ന് പറയാത്ത ഏതൊരു BJP MLA കൂടി ഇതിനകത്ത് ഫോട്ടോയോ ഇതൊക്കെ ഉണ്ടെന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പൊ CPMന്റെ രക്ഷപ്പെടൽ തന്ത്രം വളരെ വ്യക്തമാണ്. പാരഡിപ്പാട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ CPMോ ഇടതു സൈബർ ഹാൻഡിലുകളോ സോണിയാഗാന്ധിയുടെ ചിത്രം ഇത്രയധികം ഈ ചർച്ചയിലേക്ക് കൊണ്ടുവരില്ലായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ആ പാരഡിപ്പാട്ടിനും അപ്പുറത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബന്ധങ്ങളുണ്ട്. അതാണ് 2014 കൂടി അന്വേഷണം പോകണം. പ്രയാർ ഗോപാലകൃഷ്ണനും ഇയാൾക്കൊപ്പം നിൽക്കുന്നു. ശരിയാണ്, അങ്ങ് പറഞ്ഞതുപോലെ ഉത്തരവില്ല എന്നത് മാത്രമാണ് വ്യത്യാസം. അപ്പോൾ ഈ പോറ്റിയെ കയറ്റിയത് ആരപ്പ എന്ന ആ പാട്ട് യഥാർത്ഥത്തിൽ തിരിച്ചടിയാവുന്നു എന്നുള്ളതാണ് ചോദ്യം. 30 സെക്കൻഡ്സിൽ മറുപടി. കാരണം ഞാനിത് ചോദിക്കുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ടല്ല. അവിടെ മുതലാണ് ഇത് സോണിയാഗാന്ധിയിലേക്കും മറ്റന്വേഷണത്തിലേക്ക് പോകുന്നത്. ഇന്ന് അതിൻ്റെ ഒരു അപകടം സംഭവിക്കുന്നത് ഞാനൊരു പാട്ടായിട്ട് കേൾപ്പിക്കാം. ആ പാട്ടൊന്ന് കേട്ടോളൂ. BJPയുടെ ക്യാമ്പ് ഒരു വലിയ രീതിയിൽ എങ്ങനെയാണോ കോൺഗ്രസിൻ്റെ ക്യാമ്പ് ഇത് പ്രചരിപ്പിച്ചത് അതിനേക്കാൾ വലിയ രീതിയിൽ ഒരു പ്രചരണ ഗാനവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതേ മാതൃകയിൽ ഒന്ന് കേൾക്കൂ. സ്വർണം കട്ടവനാരപ്പ സുഖാക്കളാണേ അയ്യപ്പ, സ്വർണം കട്ടവനാരപ്പ സുഖാക്കളാണേ അയ്യപ്പ, സ്വർണം വിറ്റടുകാർക്കപ്പ കോൺഗ്രസിനാണേ അയ്യപ്പ, ലാഭം കൊയ്തവനാരപ്പ ഇന്ത്യ മുന്നണിയാണപ്പ, സ്വർണം മൊത്തം കട്ടപ്പ ഇന്ത്യ മുന്നണി കട്ടപ്പ. ഇതാണ് നോക്കൂ, അതിനേക്കാൾ കുറച്ചുകൂടി പവർഫുള്ളായ മ്യൂസിക്കൊക്കെ കൊടുത്ത് ഒരു റീലായിട്ട് ഇറക്കിയിരിക്കുകയാണ് BJP. ഇത് കോൺഗ്രസ് തുടങ്ങി വെച്ചതുകൊണ്ട് അതിൻ്റെ നേട്ടം ഇപ്പോൾ BJP കൊണ്ടുപോകുന്ന അവസ്ഥയിലാണ്. നോക്കൂ, ഇതിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാർ ഇത് വാങ്ങിയിട്ടില്ല എന്ന് നമുക്കറിയാം. ഇത് CPMകാർ ഇത് കയറ്റിയിട്ടില്ല എന്നും നമുക്കറിയാം. ഇത് ശ്രമിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും പരിവാരങ്ങളുമാണ്. അവർ ബ്രാൻഡിങ്ങിന് ശ്രമിച്ച അവതാരങ്ങളുമാണ്. അതിൻ്റെ രാഷ്ട്രീയ ലാഭം BJP കൊണ്ടുപോകാൻ വേണ്ടി പാട്ടിറക്കിയിരിക്കുകയാണ്. അബദ്ധം പറ്റിയോ രാജു P. നായർ? അരുൺകുമാറെ, ചിലരുടെ തലക്കടി കിട്ടുമ്പോ പുതിയ ഈ ജൻസി ഭാഷയിൽ പറഞ്ഞ കിളി പറന്നു പോവും. തലക്കടി കിട്ടുമ്പോ കിളി പറന്നു പോവും. അങ്ങനെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ തലക്കടി കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനവർ കണ്ടുപിടിച്ചൊരു കാര്യമാണ് പാരഡി ഗാനം. അങ്ങനെ കിളി പറന്നു പോയപ്പോൾ ഉന്നയിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ BJP CPMന്റെ സഹായത്തിന് വരും. നമുക്ക് ആർക്കെങ്കിലും അറിയാത്തവരുണ്ടോ? BJP CPMന്റെ സഹായത്തിന് വരും. നോക്കൂ, ശബരിമല ക്ഷേത്രക്കൊള്ള നടന്നതിനു ശേഷം BJP നടത്തിയ സമരങ്ങൾ അരുൺകുമാർ ഒന്ന് പറ. വിമർശനമുണ്ടായപ്പോ ആ സെക്രട്ടേറിയറ്റ് മുമ്പിൽ ഒരു രാപ്പകൽ സമരം നടത്തിയതെന്നല്ലാതെ പണ്ട് യുവതീ പ്രവേശനം നടന്നപ്പോ മുഴുവൻ സ്ഥലത്തും CPM വലിയ സുവർണാവസരം കണ്ട് സമരം നടത്തിയവരല്ലേ? എന്തുകൊണ്ടാ ശബരിമല ക്ഷേത്രം കൊള്ളയടിക്കപ്പെട്ടിട്ട് BJPക്ക് തെരുവിലിറങ്ങി സമരം ചെയ്യണമെന്ന് തോന്നാത്തത് എന്തുകൊണ്ടാ? അപ്പൊ CPM പ്രതിരോധത്തിലാവുമ്പോൾ BJP സഹായത്തിനെത്തുന്നുള്ളത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതല്ലേ? അത് ചിലപ്പോ സമരം ഒഴിഞ്ഞു സമരമായിട്ട് വരും, കൊലയായിട്ട് വരും, രാഷ്ട്രീയ കൊലപാതകമായിട്ട് വരും, പാരഡിയായി വരും. നിങ്ങളെ രണ്ടുപേരെയും പ്രതിരോധത്തിലാക്കിക്കൊണ്ടാണ് BJP പാട്ടിറക്കിയിരിക്കുന്നത്. അപ്പോ അങ്ങനെ ഒരു രാഷ്ട്രീയമായ പാരഡി ഗാനത്തിന്റെ പൊളിറ്റിക്സിലേക്ക് പോയില്ലായിരുന്നെങ്കിൽ ഈ അന്വേഷണം കുറച്ചുകൂടി നേരെ പോകുമായിരുന്നു എന്ന് മാത്രമേ ഞാൻ സംശയിച്ചുള്ളൂ. Debate with Dr. Arun Kumar.